ടീം UDF മന്ത്രിസഭയുടെ വകുപ്പുകൾ ഏകദേശം ധാരണയായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ, അതായത് ധനം, തുറമുഖം, കൂടാതെ PRD മുഖ്യമന്ത്രി നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ധനകാര്യം ഹാൻഡിൽ ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും VD സതീശൻ ആ ധനകാര്യം വകുപ്പിനെ താൻ തന്നെ കൈകാര്യം ചെയ്താൽ മതി എന്ന് തീരുമാനിച്ചത്? ഇത് കേരളത്തിലെ ജനത മൊത്തത്തിൽ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തിനാണ് ഒരു മുഖ്യമന്ത്രി ധനകാര്യം കൈകാര്യം ചെയ്യുന്നത്? ധനകാര്യം സെപ്പറേറ്റ് കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ലേ? ഇപ്പോൾ നമുക്കറിയാം, ഇതിനു മുമ്പോട്ട് പിണറായി വിജയൻ സർക്കാരാണെങ്കിൽ പോലും ആഭ്യന്തരമായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ട് പോയിരുന്നത്. ധനകാര്യത്തിന് പ്രത്യേകമായിട്ട് ഒരാൾ ഉണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിന് ധനകാര്യം? എന്തിന് മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം തന്നെ ചൂസ് ചെയ്തു? ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഭരണം സുഗമമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം വേണ്ടത് ധനമാണ്. ഖജനാവ് കാലിയായിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് മുന്നോട്ട് പോകാൻ വലിയ പ്രതിസന്ധികൾ ഉണ്ടാവും. അപ്പോൾ ധനകാര്യം ആരുടെ കൂടെയാണോ ഇരിക്കുന്നത് അവരായിരിക്കും ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം മുഖ്യമന്ത്രിയെ പോലെ തന്നെ അത്രയ്ക്ക് എല്ലാ കാര്യത്തിലും ഇടപെടാൻ കഴിയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനകാര്യ ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം ഏതൊരു പദ്ധതിക്കാണെങ്കിലും പണം ഉണ്ടാകണം. ഇപ്പോൾ ഗതാഗതമാണെങ്കിലും IT ആണെങ്കിലും തൊഴിലാണെങ്കിലും ഏത് പദ്ധതി ഉണ്ടാക്കണമെങ്കിലും ആദ്യം ധനം വേണം. അപ്പോൾ ധനകാര്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഓരോ പ്രോജക്റ്റുകൾ നടപ്പാകാൻ പോകുന്നത്. VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പിട്ട്, അതായത് പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ലക്ഷ്യം മുഖ്യമന്ത്രി ആകുകയല്ല, ടീം UDFനെ വിജയിപ്പിക്കുകയാണ്. അവിടെയും അദ്ദേഹം ടീം UDFനെ വിജയിപ്പിക്കുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോക്കസ്. ജനങ്ങളുടെ മുന്നിൽ അപ്പോൾ തെറ്റായ ഒരു സന്ദേശവും ചെല്ലില്ല. ഞാൻ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നയിക്കുന്നത് എന്ന് അദ്ദേഹം എങ്ങും പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, വിജയത്തിന് ശേഷവും ആ ഒരു ആദ്യം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ടീം UDF എന്ന് മാത്രം എടുത്തു പറയുകയായിരുന്നു. അതായത് കോൺഗ്രസ് മന്ത്രിസഭ അല്ലെങ്കിൽ അങ്ങനെ ഇതിലും അദ്ദേഹത്തിന്റെ ഫോക്കസ് നോക്കിക്കഴിഞ്ഞാൽ തുടർ ഭരണം ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ കരുതുന്നത് പോലെ ഇതിനു മുമ്പിട്ടുണ്ടായിരുന്ന ഭരണാധികാരികളെ പോലെ അല്ല VD സതീശൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വലിയൊരു വിഷനുണ്ട്. ധനകാര്യം തന്നെ എടുക്കുന്ന സമയത്ത് അദ്ദേഹം പല ഇൻ്റർവ്യൂസിലാണെങ്കിലും പല പോഡ്കാസ്റ്റ് ആണെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമുക്ക് ടാക്സ് ഒരു ജനതയിൽ നിന്നും എങ്ങനെയാണ് പിരിച്ചെടുക്കേണ്ടത്? ഒരു പൂവിൽ നിന്നും പൂമ്പാറ്റ തേൻ കുടിക്കുന്നത് പോലെ വേണം. അവർ പോലും അറിയരുത് അവരുടെ കയ്യിൽ നിന്നും ടാക്സ് പിടിച്ചെടുക്കുന്നു എന്ന്. അപ്പോൾ അതൊരു വലിയ ബോധ്യമാണ്. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഒരു കടയിൽ ചെന്നൊരു ചായ കുടിക്കുമ്പോൾ തന്നെ, ചായ കുടിച്ചോ 10 രൂപ ടാക്സ് പോയി. അല്ലെങ്കിൽ ഒരു മന്തി കഴിച്ചു കഴിഞ്ഞാലും 18% ടാക്സ്. ആ നമ്മൾ കഴിക്കുന്ന അത്രയും രൂപയുടെ വലിയൊരു ശതമാനവും ടാക്സ്. നമ്മൾ KSRTC യാത്ര ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ സെസ് ഒരു 4-5 രൂപ സെസ് പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ വലിയ വലിയ തുകകളാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ എല്ലാവരും അടയ്ക്കും. എന്തുകൊണ്ടാണ് പലരും ടാക്സ് അടയ്ക്കാത്തത്? അവർക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ്. അവർ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ വലിയൊരു ഭൂരിഭാഗം പങ്കും ടാക്സിന് അടയ്ക്കാൻ പോകണമെങ്കിൽ അവരാരും അടയ്ക്കാതിരിക്കും. പിന്നീട് അതെല്ലാം കള്ളപ്പണം എന്ന രീതിയിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടാവും. വലിയ രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. അതായത് ഒരു കേരളം എന്ന് പറയുന്നൊരു സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് ഇത്രയ്ക്ക് ടാക്സ് ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ ഗൾഫിൽ നിന്ന് ആളുകൾ വരുമ്പോഴാണെങ്കിലും ഇപ്പോൾ NRI, അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് കേരളം ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത് എന്ന് നമ്മൾ പലപ്പോഴും പറയുമ്പോഴും ഇത്തരത്തിൽ ടാക്സ് പിരിക്കാനും ടാക്സ് തരാൻ കഴിവുള്ളവരും ഉണ്ടാവണം. ഒരു സംസ്ഥാനം മുന്നോട്ട് പോകണമെങ്കിൽ ടാക്സ് തരാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകണം. കഴിഞ്ഞ സർക്കാരിന് ഒരുപക്ഷെ പിടിവള്ളി എന്ന് പറയാൻ ഒരു ഏറ്റവും കൂടുതൽ നികുതി കിട്ടിയത് നമ്മുടെ ബിവറേജസ്, ലോട്ടറി ഉള്ള വകുപ്പുകളിൽ നിന്നാണ്. എന്താണെങ്കിലും ഈ വകുപ്പുകൾ തന്നെ ആയിരിക്കും VD സതീശനും മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വീക്ഷണം വേണം. അദ്ദേഹം പറയുന്നത്, ഞാൻ നല്ലൊരു മുഖ്യമന്ത്രി ആക്കാനല്ല, ഈ സംസ്ഥാനത്തെ നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ട് പോകാനാണ് നോക്കുന്നത്. ഇപ്പം തുറമുഖം, ഒരു മുഖ്യമന്ത്രി എന്തിനാണ് തുറമുഖം എടുത്തത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻകാല പോഡ്കാസ്റ്റുകൾ നമ്മൾ എടുത്തു വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ പോഡ്കാസ്റ്റുകളിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു തുറമുഖം എന്ന് പറയുമ്പോൾ നമ്മളെ കേരളത്തെ തന്നെ ഒരു പോർട്ട് സിറ്റി ആക്കാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട്. ചെറിയ ചെറിയ നദികൾ, ചെറിയ ചെറിയ ആറുകൾ, ഇതിലെല്ലാം കൂടെ കണക്ട് ചെയ്ത് കണക്ടിവിറ്റികൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പോർട്ട് സിറ്റി കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് വലിയൊരു ദിശാബോധമാണ്. അതായത് ആ ഒരു വാട്ടർ വേസ് ഏറ്റവും കൂടുതൽ ഈ ഒരു ചരക്ക് നീക്കത്തിനും മറ്റും ആശ്രയിക്കുന്ന രീതിയിലുള്ള ഒരു
അതെ, അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ അതിൽ നിന്നുണ്ടാവും. ഒരു പോർട്ട് സിറ്റി കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് കേരളത്തിന്റെ വരുമാന മാർഗത്തിൽ വലിയൊരു പങ്ക് വഹിക്കുമെന്ന് യാഥാർത്ഥ്യമാണ്. ഞാൻ രാവിലെ ഒരു ട്രോള് കണ്ടതാണ്. അതായത് മുഖ്യമന്ത്രിയുടെ വകുപ്പ് തുറമുഖം, ധനം, ഇതുപോലുള്ള ഒരു വകുപ്പുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നാർക്കോട്ടിക്സ് എന്ന രീതിയിൽ നമ്മുടെ ലൂസിഫറിൽ മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോ കൊണ്ടുള്ള ഒരു ട്രോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ഹാൻഡിലും BJP സൈബർ ഹാൻഡിലും ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് ഇതേ ട്രോളാണ്. കാരണം മുഖ്യമന്ത്രി VD സതീഷിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ പോർട്ടുകളിലൂടെ ലഹരി ഒഴുകും എന്ന് മുൻകൂട്ടി ഇവർ ട്രോളിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇവർക്ക് സമരം ചെയ്യാൻ ആദ്യം എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ. അപ്പോൾ മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ലഹരി പോർട്ട് വഴി നടന്നു കഴിഞ്ഞാൽ പിന്നെ പോർട്ടിനെതിരെ ഒരു സമരം ചെയ്യാനുള്ള നീക്കവുമായിട്ടായിരിക്കും CPM മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പോൾ CPM കഴിഞ്ഞ ഇപ്പോൾ 24 മണിക്കൂറായിട്ടേ ഉള്ളൂ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട്. എന്തൊരു ഹേറ്റ് ക്യാമ്പയിനാണ് മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിനുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇന്നലെ പോയി ആദ്യമേ മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങൾ കണ്ടപ്പോഴത്തേക്കും വലിയ തിക്കും തിരക്കുമാണ്. മാധ്യമങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പുറത്താണെങ്കിൽ പ്രവർത്തകർ ബഹളവും അലപ്പും സംസാരവും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു എല്ലാവരും വിളിപ്പോ എന്നിട്ട് കഥ അടയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരോടൊന്നും മിണ്ടായിരിക്കാൻ പറയണേന്ന് പറഞ്ഞു. എന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു നിങ്ങൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല, ഇനി നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ് തുടങ്ങുന്നു. ഇതിനകത്ത് ആ ചെറിയ പോർഷൻ എല്ലാവരും പോ ആ പറഞ്ഞ ചെറിയ പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് ഇതാണോ നിങ്ങൾ പറഞ്ഞ ചിരിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലേക്ക് ലാളിത്യം അല്ലേ? അതെ. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം ഈ തണ്ണീർമത്തൻ ദിനങ്ങളിനകത്ത് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ഒരു ചെറിയ ക്യാരക്ടർ ഉണ്ട്, ഒരു സാറായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അതിനകത്ത് അദ്ദേഹം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് അവസാനം അദ്ദേഹത്തിനെ പോലീസ് പിടിക്കുന്നൊരു ഉഡായിപ്പാണ്, അല്ലെങ്കിൽ ഒറിജിനൽ അധ്യാപകനല്ല എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ നറേറ്റീവുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് മുഖ്യമന്ത്രി ആയിട്ടുള്ള VD സതീശനെ എങ്ങനെ തകർക്കാം അതിന് വേണ്ടിയിട്ടുള്ള നറേറ്റീവുമായിട്ട് CPM ഇറങ്ങിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇന്നത്തെ ദേശാഭിമാനി എഡിറ്റോറിയൽ എടുത്ത് നോക്കിയാൽ അതിൽ മുഖ്യമന്ത്രി VD സതീശൻ്റെ മന്ത്രിസഭയിൽ ബന്ധു നിയമനങ്ങളും അല്ലെങ്കിൽ അതുപോലെ ആശ്രിത നിയമനങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വിമർശനം കൊണ്ടുള്ള എഡിറ്റോറിയലാണ് വന്നിട്ടുള്ളത്. അല്ല, അത് സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ തന്നെ ഇപ്പോൾ ഇന്നലെ തുളസി ടീച്ചറിൻ്റെ കാര്യം സംസാരിച്ചാണ്. അപ്പോൾ ഞാനാണെങ്കിലും വിചാരിച്ചു എന്തുകൊണ്ടാണ് ശ്രീകണ്ഠനെ, അതായത് പാലക്കാട് MP ആയിട്ടുള്ള ശ്രീകണ്ഠൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം കൊടുത്തത്. അപ്പോൾ നമ്മൾ അവരുടെ ഒരു ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, അവരുടെ പഴയ ഒരു ജീവിതരേഖ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പിട്ട് അവർ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആകുന്നതിന് മുമ്പിട്ടേ ഇവർ ഈ പാർട്ടിയിലുണ്ട്, ഈ പാർട്ടി സംവിധാനത്തിലുണ്ട്. അതേപോലെ തന്നെ ഇവർ പൊളിച്ചടിക്ക് വന്ന കോട്ട ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് മാത്രമല്ല, ഒരു മന്ത്രിസഭയെ സംബന്ധിച്ച് ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് ഈ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച 1-2 ആളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് CR മഹേഷ്, ഒന്ന് ജ്യോതികുമാർ ചമ്മക്കാല, ഒന്ന് VT ബൽറാം, ചാണ്ടി ഉമ്മൻ, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് പേര് ഈ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് പേഴ്സണലായിട്ട് ആഗ്രഹിച്ച ആളാണ് ഞാൻ. അപ്പോൾ കാരണം അവർ മത്സരിച്ച് അവർ ക്രെഡിബിൾ ഉള്ള നേതാക്കന്മാരാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിച്ചതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കാത്ത ഒരുപാട് പേര് ഈ മന്ത്രിസഭയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ഒരു മന്ത്രിസഭ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്ത ഒരു മന്ത്രിസഭയല്ലേ ഇത്? സ്ത്രീകൾക്കും ജാതി മത വ്യത്യാസമാണ്, സാമൂഹ്യ സന്തുലിതാവസ്ഥകളെല്ലാം ക്ലിയർ ആക്കുന്ന രീതിയിലല്ലേ ഈ മന്ത്രിസഭ ഉണ്ടായത്. അപ്പോൾ ആ രീതിയിലേക്ക് അത് UDF കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയുണ്ടായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മത നേതാവ് വാ തുറന്നിട്ടുണ്ടോ? ഞങ്ങളുടെ മതത്തിലുള്ള ആളുകളെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും മതത്തിന്റെ ആളുകൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ എന്താണ് കാണാൻ കഴിയുന്നത്? ഇന്നലെ ശിവഗിരി മഠം പറയുന്നത് നമ്മൾ കേട്ടു, ക്രൈസ്തവ സഭകൾ പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോ ഇസ്ലാമിക സഭകൾ, അപ്പോൾ അവർ മുസ്ലിം ലീഗ് ഉണ്ടായതുകൊണ്ട് അവരൊന്നും മിണ്ടുന്നില്ല എന്നുള്ളത്. കാരണം മുസ്ലിം ലീഗിന് സെപ്പറേറ്റ് ആയിട്ട് 5 മന്ത്രിമാരുണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ആളുകളും പറയുന്നുണ്ട്. അപ്പോൾ NSSും പറയുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് തങ്ങളുടെ ആളുകൾക്ക് സീറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ തങ്ങളുടെ ആളുകളെയും കൂടെ ഉണ്ടാവണം. ഇത് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് LDFന്റെ കമ്മിറ്റികളിൽ പറയുന്നില്ല, LDFന്റെ മന്ത്രിസഭകളിൽ പറയുന്നില്ല? ഇത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മാത്രം ചോദ്യം ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതലും വീക്ഷണമുള്ള ഒരാളാണ് VD സതീശൻ എന്ന് പറയുന്ന നേതാവ്. അത് മാത്രമല്ല, അടുത്ത ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടിയാണ് എൻ്റെ
കുറച്ചും കൂടെയുള്ള വെയിറ്റിംഗ്. കാരണം ഒരു സ്യൂട്ട് കേസുമായി വി.ഡി. സതീശൻ ആ നിയമസഭയിലേക്ക് വന്ന് അതെ. ഒരു വർഷത്തേക്കുള്ള വരവ് ചിലവ് ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടില്ല. വീക്ഷണവും നമ്മൾ ഒരു മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു സൂട്ട് കേസും പിടിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന് വേണ്ടി എന്താണ് സംഭാവന ചെയ്യാൻ പോകുന്നത് എന്നറിയാനുള്ളൊരു വെയിറ്റിംഗ് കേരളത്തിന് അതിന്റെ ചരിത്രമാവും. ചരിത്രം മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ക്യാബിനറ്റിലേക്ക് ആദ്യം കയറുമ്പോൾ ആദ്യമായിട്ട് നിശ്ചയിക്കുന്നത് ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ട് 3000 രൂപ കൂട്ടുന്നു. ഇത് ചെറിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഇവരെ എല്ലാം അധിക്ഷേപിക്കാനും നിങ്ങൾ 3000 രൂപ എല്ലാം കൂട്ടിയോളൂ, ഞങ്ങൾ ഇത്ര കൂട്ടി എന്ന് പറയുമ്പോഴും അല്ല, അതില് ബാലഗോപാലിന് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, അതായത് മല എലിയെ പ്രസവിച്ച പോലെ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇവർക്കെല്ലാം ഇങ്ങനെ പറയാം, പക്ഷേ വി.ഡി. സതീശനാണ് ഈ ആശാ വർക്കർമാരുടെ സമരത്തിൽ പോയി നിന്ന് സംസാരിച്ചതും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതും. അപ്പോൾ അതിനെല്ലാം ശേഷം ആദ്യമായിട്ട് അവരോട് പറഞ്ഞു, ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഞങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. നമുക്കറിയാം, ഒരു ക്യാബിനറ്റ് കൂടി പെട്ടെന്ന് തീരുമാനിക്കാൻ കഴിയുന്നതല്ല. ഒരാൾക്ക് ഒരു രൂപ കൂട്ടിയാൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ള പരിശോധനകൾ നടത്തിയതിനു ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കണക്കൂട്ടിയതിന് ശേഷം മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ. അത് പല ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് കൂടിയാലോചിക്കണം. ഇതൊന്നുമില്ലാതെ ഒരു 3000 രൂപ ഒറ്റയടിക്ക് കൂട്ടുമ്പോൾ തന്നെ അതിനകത്ത് ഈ സംസ്ഥാനത്തിന് ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്ന് പഠിക്കണം. ഈ 3000 രൂപയ്ക്ക് ശേഷം അത് 21,000 രൂപ ആക്കുമ്പോഴേക്കും എന്തെല്ലാം ഇമ്പാക്റ്റുകൾ അതിൽ ഉണ്ടാകുമെന്ന് വീണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വി.ഡി. സതീശൻ പറയുന്നുണ്ട്, ഇതൊരു തുടക്കം മാത്രമാണ്. ഞങ്ങൾ കയറിയതിൻ്റെ അന്ന് തന്നെ നിങ്ങളെ മറന്നിട്ടില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആശാ വർക്കർമാർക്ക് 3000 രൂപ കൂട്ടിയതും, അതേപോലെ തന്നെ പാചക തൊഴിലാളികൾക്ക് 1000 രൂപ കൂട്ടിയതും, അതേപോലെ തന്നെ പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർമാർക്ക് 1000 രൂപ കൂട്ടിയതും. ഇതെല്ലാം അതൊരു വീക്ഷണമാണ്, ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ അറിയിച്ചത്. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനനുസരിച്ച് ഈ സംസ്ഥാനത്ത് നിന്നും നിങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. ആ നിലപാടാണ് വീക്ഷണം എന്ന് പറയുന്നത്. സാധാരണപ്പെട്ട ജനങ്ങളോടൊപ്പം ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു നിലപാടാണത്.